ഹിന്ദി ശിക്ഷയിലൂടെ ഹിന്ദി ഗ്രാമർ എളുപ്പത്തിൽ പഠിക്കാം. രചനയിൽ വരുന്ന വർക്കാണ്. ഹിന്ദി ദൂസരി പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന വ്യാകരണ ടെസ്റ്റാണ്. ഇത് ദൂസരിക്ക് മാത്രമല്ല, ഈ ഒരു വ്യാകരണം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് കഥ, കവിതകളൊക്കെ എഴുതാനും ഹിന്ദി സംസാരിക്കാനൊക്കെ പറ്റുന്നതാണ്. അപ്പോൾ സാമാന്യ ഭൂതകാലത്തിൽ വരുന്നതാണ് സാമാന്യ ഭൂതകാല്. അതിൽ വരുമ്പോൾ ബഹ് വരുമ്പോൾ ഗയ ചേർക്കുക, വേ വരുമ്പോൾ ഗയെ, തും ഗയെ, തും ഗെയ്, ഹം വരുമ്പോൾ ഗയെ, വഹ് ഗെയ്. അപ്പോൾ ഇവിടെ വരുന്ന ശ്രദ്ധിക്കേണ്ടത് ഹേ എന്നോ ഹൂമെന്നോ ഹോ എന്നോ വരാറില്ല. ഇവിടെ എല്ലാം ഗയ, ആയ, പിയ, ചല, ദേഖ, കണ്ടു, വന്നു, ഇങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത്. അടുത്തതിൽ ആസന വരുമ്പോൾ വഹ് ബൈട്ട ഹേ, എല്ലാത്തിനോട് എന്ത് ചേർക്കുക? ഹേ ചേർക്കുക. സാമാന്യ ഭൂതകാലത്തിൻ്റെ കൂടെ ഹേ ചേർക്കുക പറയുക. അപ്പോൾ ആസന്ന ഭൂതകാലത്ത് കിട്ടും. വഹ് ബൈട്ട ഹേ, വേ ബൈട്ടേ ഹേ, തും ബൈട്ടേ ഹോ, തും ബൈട്ടി ഹോ, വഹ് ബൈട്ടി ഹേ, മേ ബൈട്ടാ ഹോ, മേ ബൈട്ടി ഹോ. അവിടെ ഹൂമ് മേം വരുമ്പോൾ ഹൂം ചേർക്കുക, തും വരുമ്പോൾ ഹോ ചേർക്കുക. ആ രീതിയിലാണ് എഴുതേണ്ടത്. അടുത്ത സന്ദിഗ്ധ ആകുമ്പോഴെല്ലാം ഹോഗ ചേർക്കുക. വഹ് ദൗഡ ഹോഗ, വേ ദൗഡേ ഹോഗേ, തും ദൗഡേ ഹോഗേ, തും ദൗഡി ഹോഗി, വഹ് ദൗഡി ഹോഗി, മേം ദൗഡ ഹോഗ. അപ്പോൾ സാമാന്യ ഭൂതകാലത്തിൽ ആയ, ഗയ, പിയ അങ്ങനെ ചേർക്കുക. ആസനാകുമ്പോൾ ഹേ ചേർത്ത് പറയുക. സന്ദിഗ്ധാണെങ്കിൽ എല്ലാത്തിനോടും എന്ത് പറയുക? ഹോഗ ചേർത്ത് പറയുക. അടുത്ത് പൂർണ്ണമാണെങ്കിൽ എല്ലാം ഥ ആയിരിക്കും വരുന്നത്. വഹ് ആയാ ഥ, വഹ് ആയേ ഥേ, മേം ആയാ ഥ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഭൂതകാല് വരുമ്പോൾ സാമാന്യ ഭൂതകാലത്തിൽ ആയ, പിയ, ചല, ബൈട്ട എന്നൊക്കെ വരും. അടുത്ത ആസനാകുമ്പോൾ ഹേ ചേർത്ത് പറയുക. സന്ദിഗ്ധാകുമ്പോൾ ഹോഗ ചേർത്ത് പറയുക. പൂർണ്ണാകുമ്പോൾ ഹേ ചേർത്ത് പറയുക. ആസനാകുമ്പോൾ ഥ ചേർത്ത് പറയുക. ആ താത്ത, ചൽത്താത്ത, പീത്താത്ത, വരുമായിരുന്നു, കഴിക്കുമായിരുന്നു എന്നാണ് പറയേണ്ടത്. ഇപ്പോൾ തും വരുമ്പോൾ പടുത്തേത്തേ, മേം വരുമ്പോൾ ജാത്താത്ത, ജാരഹാത്ത, ഈ രീതിയിലൊക്കെ ആയിരിക്കും വരുന്നത്. അടുത്ത് ഹേതുമത്താകുമ്പോൾ അഗർത്തോ, അഗർ വഹ് കാം കർത്താത്തോ വേതൻ മിൽത്ത, അവൻ ജോലി ചെയ്തിരുന്നെങ്കിൽ ശമ്പളം കിട്ടുമായിരുന്നു. അപ്പോൾ ഈ രീതിയിലാണ് ഭൂതകാലം എഴുതേണ്ടത്. അപ്പോൾ എളുപ്പത്തിൽ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞത്, നേരത്തെ പറഞ്ഞ പോലെ സാമാന്യ ഭൂതകാലം വരുമ്പോൾ യാ ചേർത്ത് പറയുക. ആസനാകുമ്പോൾ അത് ഹേ ചേർത്ത് പറയുക. സന്ദിഗ്ധാകുമ്പോൾ ഹോഗ ചേർത്ത് പറയുക. പൂർണ്ണാകുമ്പോൾ ഥ, അപൂർവാകുമ്പോൾ താഥ, ഹേതുമത്താകുമ്പോൾ അഗർ തോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരമായെന്ന് കരുതുന്നു. അപ്പോൾ ഇത് നിങ്ങൾ ബുക്കിലോട്ട് എഴുതി പഠിക്കുക. അപ്പോൾ ദൂസരിക്ക് വരുന്ന വലിയ ഗ്രാമറാണിത്. അപ്പോൾ ഈ ഒരു ഗ്രാമറിൽ നിന്ന് നിങ്ങൾക്ക് ഒരു 10 മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻസ് അറിയിക്കുക.